ജലക്ഷാമത്തെ തോൽപ്പിച്ച ഔഷധ കൃഷിയിൽ വിജയം കൊയ്ത മാതൃകയാവുകയാണ് നല്ലേപ്പിള്ളിയിലെ കർഷകൻ കെ സ്വാമിനാഥൻ. ഒരേക്കർ സ്ഥലത്ത് ഔഷധ ഗുണമുള്ള ഇരുവേലി കൃഷി ആരംഭിച്ചാണ് അദ്ദേഹം ശ്രദ്ധ നേടുന്നത്. ജലക്ഷാമം മൂലം നെൽകൃഷി പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ പരമ്പരാഗത കൃഷിരീതികളിൽ നിന്നും വ്യത്യസ്തമായ വഴിയിലൂടെ മികച്ച വരുമാനം കണ്ടെത്തി മാതൃകയാവുകയാണ് കമ്പമ്പടി പാടശേഖരത്തിലെ കർഷകൻ കെ സ്വാമിനാഥൻ. നെൽകൃഷിക്കനുയോജ്യമല്ലാത്ത ഒരേക്കർ സ്ഥലത്ത് ഔഷധഗുണമുള്ള ഇരുവേലി കൃഷി ആരംഭിച്ചാണ് അദ്ദേഹം ശ്രദ്ധ നേടുന്നത്. 4 മാസം മുൻപ് 30 സെന്റ് സ്ഥലത്ത് ഞാറ്റടി തയ്യാറാക്കി വളർത്തിയ ചെടികളുടെ തലപ്പുകൾ മുറിച്ചെടുത്താണ് ഒരേക്കറിലേക്ക് നടീൽ നടത്തിയത്. നന്നായി ഉഴുതുമറിച്ച നിലത്ത് 3 അടി വീതിയിൽ പാത്തികൾ ഒരുക്കി. 1 അടി അകലത്തിൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതാണ് കൃഷിരീതി. വെള്ളക്കെട്ടൊഴിവാക്കാൻ പാത്തികൾക്കിടയിലും കൃഷിയിടത്തിന് ചുറ്റുമായി ആഴത്തിലുള്ള ചാലുകൾ ഒരുക്കിയിട്ടുണ്ട്. നടീലിനു മുൻപ് കാലിവളം, ആട്ടിൻകാഷ്ടം, ചാരം എന്നിവ മണ്ണിൽ ചേർക്കുന്നു. തുടർന്ന് വിളവെടുപ്പ് വരെയുള്ള 1 വർഷത്തിനിടെ 3-4 തവണ ജൈവവളം നൽകുകയും കളപറിക്കൽ ഉൾപ്പെടെയുള്ള പരിപാലന പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നു. ഒരേക്കറിൽ കൃഷിയിറക്കാൻ 30 മുതൽ 40 വരെ സ്ത്രീ തൊഴിലാളികളുടെ സേവനം ആവശ്യമായതിനാൽ ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരവും ഈ കൃഷി സൃഷ്ടിക്കുന്നുണ്ട്. 1 വർഷത്തിനുള്ളിൽ 4 അടിയോളം ഉയരത്തിൽ വളരുന്ന ഇരുവേലി വേരോടെ പിഴുതെടുത്ത് ഉണക്കിയാണ് വിപണിയിലെത്തിക്കുന്നത്. കഞ്ചിക്കോട്ടുള്ള കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയാണ് വിള സംഭരിക്കുന്നത്. 1 കിലോഗ്രാമിന് 240 രൂപ വരെ വില ലഭിക്കുന്നതിനാൽ ഒരേക്കറിൽ നിന്ന് ഏകദേശം 1000 കിലോ വിളവ് ലഭിച്ചാൽ 2.40 ലക്ഷം രൂപ വരെ വരുമാനം നേടാൻ സാധിക്കും. ഉൽപാദന ചെലവ് ഏകദേശം 1 ലക്ഷം രൂപ മാത്രമായതിനാൽ കർഷകന് മികച്ച ലാഭമാണ് ലഭിക്കുന്നത്. ഔഷധ ചെടിയായതിനാൽ രോഗ കീടബാധയും താരതമ്യേന വളരെ കുറവാണെന്നും ഈ കൃഷിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. നെൽകൃഷിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരുവേലി കൃഷി കൂടുതൽ ലാഭകരമാണെന്നും കർഷകൻ കെ സ്വാമിനാഥൻ പറയുന്നു. വെള്ളത്തിൻ്റെ അഭാവം കൊണ്ട് കുറച്ച് കൃഷി നമുക്ക് സമയത്തിൽ ചെയ്യാൻ പറ്റാത്തൊരു പരിസ്ഥിതി വന്നു. അതുകൊണ്ടാണ് ഈ വെള്ളത്തിൻ്റെ ആവശ്യകത കുറഞ്ഞ ഈ കൃഷി, അതായത് ഇരുവേലി കൃഷി അതിലേക്ക് കടക്കാനുള്ള കാരണം. അങ്ങനെ ഇരുവേലി കൃഷിക്ക് ഞങ്ങൾ കൊല്ലങ്കോട് എവർഗ്രീൻ ഫാർമേഴ്സ് ബെനിഫിറ്റ് സൊസൈറ്റി മുഖേന അതിലെ കുറേ കർഷകരും AVVPയിലെ ഉദ്യോഗസ്ഥർ അവർ വന്ന് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയാണ്. അതായത് ഇരുവേലി കൃഷി ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ. അപ്പോൾ അവർക്ക് കുറേ ക്വാണ്ടിറ്റി, അതായത് ആയുർവേദ ഫാർമസിക്ക് കുറേ ഇരുവേലി ആവശ്യമുണ്ട്. അപ്പോൾ അത് കുറേ കൃഷിക്കാരെ കൊണ്ട് ചെയ്യിക്കാനാണ് ഉദ്ദേശിച്ചത്. അത് പ്രകാരമാണ് ഞാനിത് കൃഷി സ്റ്റാർട്ട് ചെയ്തത്. ഞാനിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, അവിടെ AVVPയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു 1.5 ഏക്കർ വളം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇതാണ് കട്ടിങ്സ് സ്വന്തമായി ഉണ്ടാക്കിയതും പിന്നെ കുറേ തികയാത്തത് കുറേ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടും അങ്ങനെയാണ് ഇപ്പോൾ ഈ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. പിന്നെ നെല്ലുമായി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടെ ലാഭവും കൃഷി ചെലവ് കുറച്ച് ഇതാണ്. അതുകൊണ്ടാണ് ഈ ഇരുവേലി കൃഷി സ്റ്റാർട്ട് ചെയ്തത്. AVVPയുടെ കണക്ക് പ്രകാരം 1 ഏക്കറിൽ നിന്ന് ഒരു ടൺ ഉണങ്ങിയ ഇരുവേലി 1 ടണ്ണാണ് ഉദ്ദേശിക്കുന്നത്. അത് പിന്നെ ഈ നമ്മളുടെ മണ്ണ്, കാലാവസ്ഥ, നമ്മളുടെ പരിചരണം അതെല്ലാം കൂടി അനുയോജ്യമായി വന്നാൽ ഈ പറഞ്ഞത് 1 ടണ്ണോ 1 ടണ്ണിൽ കൂടുതലോ ഉണങ്ങിയ ഇരുവേലി നമുക്ക് ലഭിക്കും. അപ്പോൾ അത് അങ്ങനെ വരുന്ന സമയത്ത് ഇന്നത്തെ വില പ്രകാരം ഒരു 2,40,000 രൂപയോളം നമുക്ക് റേറ്റ് വരുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അതിലിപ്പോൾ നമ്മുടെ കൃഷി ചെലവ് ഏകദേശം 1 ലക്ഷമോ 1 കൂടുതലോ ആയിട്ട് വരും. അത് വന്നാലും അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി വരുന്നത് 1 ലക്ഷം സംതിങ് അല്ലെങ്കിൽ 1,40,000 രൂപയോളം പ്രോഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്ക്. 2 നെൽവിളകളിലായി 4000 കിലോ നെല്ല് ലഭിച്ചാലും ഏകദേശം 1.2 ലക്ഷം രൂപ മാത്രമാണ് വരുമാനം ലഭിക്കുക. അതിൽ ഉൽപാദന ചെലവ് കഴിഞ്ഞാൽ കർഷകന് ലഭിക്കുന്നത് നാമമാത്രമായ ആദായമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നല്ലേപ്പിള്ളി മേഖലയിൽ ഇത്തരത്തിലുള്ള ഔഷധച്ചെടി കൃഷി വ്യാപകമാക്കാൻ സർക്കാർ പിന്തുണ അനിവാര്യമാണെന്നും കർഷകരായ കെ സ്വാമിനാഥനും വി രാജനും അഭിപ്രായപ്പെട്ടു. നല്ലേപ്പിള്ളി പഞ്ചായത്തിൽ ഇപ്പോൾ സാധാരണമായിട്ടുള്ള ആൾക്കാർ ആണ് ഇപ്പോൾ ആദ്യമായി ചെയ്തിട്ടുള്ളതായിട്ട് അറിയണത്. അതിൻ്റെ ചിലവും നെൽകൃഷിൻ്റെ ചിലവും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഔഷധ കൃഷിയിൽ പിന്നെ നല്ല ലാഭം ഉണ്ട്. നെൽകൃഷിയിലാണെങ്കിൽ ഞാറ്റടി മുതൽ
പിന്നെ വിളവെടുപ്പ് വരെയുള്ള കാലം വരെ സമയം വരെ രോഗങ്ങളും പന്നിശല്യവും പിന്നെ നിരവധി പ്രശ്നങ്ങളും തൊഴിൽ സമയത്തിന് ആളിനെ കിട്ടാത്ത അവസ്ഥയൊക്കെ നെൽകൃഷിയിലുണ്ട്. ഇതാണെങ്കിൽ കൃഷിക്കാരനെ സംബന്ധിച്ച് വലിയ ടെൻഷനില്ലാണ്ട് ഈ കൃഷി ചെയ്തെടുക്കാൻ കഴിയും. ആദായം മെച്ചപ്പെട്ട ആദായമുണ്ട്. പിന്നെ നഷ്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷി തുടർച്ചയായി നഷ്ടത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കടബാധ്യതയിലാണ് വന്നെത്തുക. അപ്പോൾ ഈ കൃഷി മാറി ചെയ്തിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു ഗുണഫലം കൃഷിക്കാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇതുമാതിരിയുള്ള പിന്നെ സാധാരണമായിട്ടുള്ള ആൾക്കാർ തയ്യാറായി വന്നതിൽ വളരെ ഇതാണ്. ഇത്തരം സംരംഭങ്ങൾക്ക് നെൽകൃഷിക്കാർക്ക് കൊടുക്കുന്ന മാതിരിയുള്ള സഹായങ്ങൾ ഈ ഔഷധ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ത്രിതല പഞ്ചായത്ത് മുഖാന്തരം പദ്ധതി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു സഹായം പഞ്ചായത്തുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പേര് ഈ രംഗത്ത് ഈ ഔഷധ കൃഷി രംഗത്ത് വരാൻ കഴിയും. ഈ ഒരു കൃഷി മാത്രമല്ല, മറ്റു നിരവധി ഔഷധ കൃഷി ഉണ്ട്. അതൊക്കെ പറയുന്ന കേട്ടതല്ലാതെ ഇപ്പം നടപ്പിലാക്കിയിട്ട് ഇവിടെയാണ്. അത് ഏതായാലും സക്സസ് ആണ്. അത് പിന്നെ അതിനുള്ള സഹായങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും പഞ്ചായത്തുകളുടെ ഭാഗത്തുനിന്നും അതിന് വേണ്ടിയുള്ള തുക മാറ്റി വയ്ക്കണമെന്നുള്ളതാണ് അഭിപ്രായം. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിലാളികളെ ലഭ്യമാക്കുകയും ജനകീയാസൂത്രണ പദ്ധതിയിൽ ജൈവവളം ഉൾപ്പെടുത്തി കർഷകർക്ക് സഹായം നൽകുകയും ചെയ്താൽ തരിശായി കിടക്കുന്ന നിരവധി കൃഷിയിടങ്ങൾ വീണ്ടും ഉൽപ്പാദനക്ഷമമാക്കാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു. ജലക്ഷാമം വെല്ലുവിളിയായി മാറുന്ന കാലത്ത് കുറഞ്ഞ ജല ഉപയോഗത്തിൽ കൂടുതൽ വരുമാനം നൽകുന്ന ഔഷധവിളകൾ കൃഷി ചെയ്യുന്നതിലൂടെ കർഷകർക്ക് പുതിയ സാധ്യതകൾ തുറക്കാനാകുമെന്ന് ഈ മാതൃക തെളിയിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.